അരവിന്ദന് ആ പതിവ് ചുറുചുറുക്കോ സന്തോഷമോ ഒന്നുമില്ല. ഏതു നേരവും എന്തോ ആലോചന, ഒരു ഉന്മേഷവും ഇല്ല. അവൻ വല്ലാത്ത ടെൻഷൻ അനുഭവിക്കുന്ന പോലെ. ഞാനിന്ന് പകല് മുഴുവൻ ശ്രദ്ധിക്കുകയായിരുന്നു. എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഏത് നേരവും മക്കളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവർ കൂടുതൽ ചിരിച്ചാൽ ടെൻഷൻ, ചിരിച്ചില്ലെങ്കിൽ ടെൻഷൻ, ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ടെൻഷൻ. അവന് ടെൻഷൻ കാണാതിരിക്കുവോ? അവന്റെ ഭാര്യ ഇവിടെ ഇല്ല, നന്ദന. അവളെ കാണാത്തന്റെ ടെൻഷൻ അവനുണ്ടാവും. ഇവൻ അവളെ വിളിച്ചപ്പോ ചിലപ്പോ അവളെ എടുത്തു കാണില്ല. അവൾക്ക് ആ കുറ്റബോധം ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും അവര് തമ്മിൽ സൗന്ദര്യപ്പിണക്കം കാണും. അത് നന്ദന ഇങ്ങ് വരുമ്പോ മാറുകയും ചെയ്യും. അഖില ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് തലപോക്കാൻ നോക്കാതെ ശാന്തമായി വന്നിടന്ന് ഉറങ്ങാൻ നോക്കും. സമാധാനത്തോടെയുള്ള ഉറക്കം, അതിലപ്പുറം ഒരു മഹാഭാഗ്യം ഇല്ല. കൃഷ്ണേട്ടൻ കിടന്നു, ഞാൻ വരാം. ശരി. രാത്രിയിൽ വാതിൽ മുട്ടുന്നേ? രാത്രിയില് ആരാ? ഞാനാണ് പ്രിയങ്ക വർമ്മ. എന്റെ അടുത്തേക്ക് എങ്ങാനും വന്നോണ്ടല്ലോ, അറിയാലോ എന്നെ. ഇവിടെ ഈ ദിവസം, ഈ നിമിഷം ഒരു കാര്യം ഓർത്തു വെച്ചോ. ഈ പ്രിയങ്ക വർമ്മയുടെ കഴുത്തിൽ ഒരാൾ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ആനന്ദ് തന്നെയായിരിക്കും. അതിനു വേണ്ടി വന്നാൽ എന്റെ ജീവൻ കളയാൻ വരെ ഞാൻ മടിക്കില്ല, ജീവൻ എടുക്കാനും. അത് ആരുടെയൊക്കെയാണെന്ന് കാലം തെളിയിക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളോടുള്ള പക തീർക്കാൻ കല്യാണിയെ തട്ടിക്കൊണ്ടുപോയത് താനാണെന്ന് പ്രിയങ്ക പറയുന്നു. ഈ കുടുംബത്തെ ഒന്നാകെ ജയിലിലേക്കും നമ്മൾ വെല്ലുവിളിച്ചത്. നിങ്ങളെന്താ ഈ ആ സമയത്ത് ഇവിടെ? വെറുതെ. മക്കളെല്ലാരും ഉറങ്ങിയോ ദാസേട്ടാ? ഉറങ്ങട്ടെ. ഞാൻ കാണാൻ വന്നത് ദാസേട്ടനെ. ദാസേട്ടന്റെ ഈ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നെ ഇവിടുന്ന് നാട്ടിയിറക്കണോ അതോ ഞാൻ സ്വയം പോകുന്നോ എന്നല്ലേ? ഈ പാതിരാത്രി ദാസേട്ടനെ തേടി നാഗമഠത്തെ പ്രിയങ്ക വർമ്മ ഇതുവരെ വന്നത് വെറുതെ ആവില്ല എന്ന് ദാസേട്ടൻ അറിയാലോ. ദാസേട്ടൻ ഇന്ന് ഭദ്രയെ കണ്ടിരുന്നു അല്ലേ? സമ്മതിക്കണം ദാസേട്ടാ, തൃച്ചംബരം കുടുംബത്തോടുള്ള ഈ മനസ്സിന്റെ കൂറും വിശ്വാസവും. പിന്നെ തൃച്ചംബരത്തിന്റെ മാനം കടിച്ചു കയറാൻ നടക്കുന്ന പേ പിടിച്ച നായയെ ഞാൻ ഓമനിക്കണോ? കൊള്ളാം ദാസേട്ടാ.
പേ പിടിച്ച നായ. നല്ല പ്രയോഗം. അവൾക്ക് പേ പിടിച്ചതല്ല, പേ പിടിപ്പിച്ചതാ തൃച്ചംബരത്തുകാര്. ഒരു നേരത്തെ അന്നം ചോദിച്ചു വന്നവളല്ല, മറിച്ച് നൊന്തു പെറ്റ കുഞ്ഞിന്റെ പിതൃത്വം തേടി വന്നവളാ. ആ കണ്ണുകളിൽ കെടാത്ത കനൽ കണങ്ങൾ കണ്ടേക്കാം. കാരണം അവൾ അപമാനിക്കപ്പെട്ട പാഞ്ചാലിയാ. ഓ അത് ശരി, ഇപ്പൊ എനിക്ക് മനസ്സിലായി അവളുടെ പിന്നിൽ ആരാന്ന്. തൃച്ചംബരത്തിന്റെ മാനം കെടുത്താനാണ് അവളെ ഇറക്കി വിട്ടതെങ്കിൽ നടക്കില്ല. തൃച്ചംബരത്തിന്റെ ഉപ്പും ചോറും ദാസിന്റെ ഈ ശരീരം. മതി ദാസേട്ടാ, മതി. പറയാതെ തന്നെ അറിയാം. ഞാൻ ഒരുപാട് കണ്ടറിഞ്ഞതല്ലേ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഈ ദാസേട്ടന്റെ വിധേയത്വം. തൃച്ചംബരത്തുകാർക്ക് വഞ്ചനയുടെ കഥകൾ ധാരാളമുണ്ട്. അതറിഞ്ഞിട്ടും അറിയില്ലാന്ന് നടിക്കുന്ന ദാസേട്ടനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ദാസേട്ടൻ ഭദ്രയെ ഭീഷണിപ്പെടുത്താൻ ചെന്നല്ലോ. അപ്പോ ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയായിരുന്നോ? നോക്കണമായിരുന്നു. ആ മുഖത്ത് മറ്റൊരു മുഖത്തിന്റെ നിഴലാട്ടം കാണാം. അതെ ദാസേട്ട, കല്യാണിയുടെ നിഴലാട്ടം കാണാം. നാളെ ഇതേ ഗതി വരും കല്യാണിക്ക്. ഇപ്പോ തൃച്ചംബരത്തെ ഇളയ മകന്റെ കുഞ്ഞുമായിട്ടാണ് ഭദ്ര അവിടെ കയറി വന്നിട്ടുള്ളതെങ്കിൽ നാളെ ദാസേട്ടന്റെ മകളും ചെന്ന് നിൽക്കും ഇതുപോലെ. ചൂണ്ടിക്കാണിച്ചാ പോലും അമ്മയെ പേടിച്ച് സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ആനന്ദിന്റെ മുന്നിൽ. ഈ കാര്യം പറയാനാ രാത്രി ഞാൻ ഇവിടം വരെ വന്നത്. എന്നാ ഇറങ്ങട്ടെ ദാസേട്ടാ. ഈ മുഖത്ത് നോക്കി ശുഭരാത്രിയും സുഖനിദ്രയും നേരുന്നില്ല. കാരണം ദാസേട്ടന് ഇന്ന് രാത്രി ഉറങ്ങാൻ കഴിയില്ല. ഉറങ്ങില്ല. ഇപ്പോ തൃച്ചംബരത്തെ ഇളയ മകന്റെ കുഞ്ഞുമായിട്ടാണ് ഭദ്ര അവിടെ കയറി വന്നിട്ടുള്ളതെങ്കിൽ നാളെ ദാസേട്ടന്റെ മകളും ചെന്ന് നിൽക്കും ഇതുപോലെ. ചൂണ്ടിക്കാണിച്ചാ പോലും അമ്മയെ പേടിച്ച് സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ആനന്ദിന്റെ മുന്നിൽ. ഇതുപോലത്തെ വേറെ പേജസ് ഉണ്ട്. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഇരിക്കും. ഗുഡ് മോർണിംഗ് അരവിന്ദ്. ഭദ്ര ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോ അരവിന്ദ് എന്താ ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചത്? ഭദ്ര ഇവിടെ നിൽക്കുന്നതിന് അരവിന്ദിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ? വെറുതെ എഴുതാപ്പുറന്ന് വായിക്കാൻ നിൽക്കണ്ട, അങ്ങനെയൊന്നുമില്ല. അല്ല, അരവിന്ദിന്റെ ഭാവം കണ്ട് ഞാൻ വെറുതെ ചോദിച്ചു പോയതാ. പഠിക്കുന്ന കാലത്തും ഈ അരവിന്ദ് ഇങ്ങനെ തന്നെ ആയിരുന്നു തന്നെ. നമ്മൾ രാവിലെ കാണുമ്പോ സന്തോഷത്തോടൊരു ഗുഡ് മോർണിംഗ് പറയും, നോ റെസ്പോൺസ്. അത് ഇതുവരെ മാറിയിട്ടില്ല. ഹലോ.
സേഠ്ജി, ഐ, അതിനൊന്നും നിങ്ങൾ വറീഡ് ആവണ്ട. നമുക്ക് വർക്കാണ് മുഖ്യം. അതിനൊരു കോട്ടം വരാൻ പാടില്ല. ആ ഈ എമൗണ്ട് കറക്റ്റ്, അതങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. ആ അതൊക്കെ ഞാൻ ബ്രോയോട് സംസാരിച്ചോളാം. ആ പേയ്മെന്റ് ശരിയാക്കാം. എന്താ അരവിന്ദ്, ആരായിരുന്നു ഫോണിൽ? അതാ മാം, സേഠ്ജി ആയിരുന്നു. സേഠ്ജിയോ? എന്താ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നമൊന്നുമില്ല അച്ഛാ, ഈ വർക്ക് അല്പം സ്ലോ ആണത്രേ. നമ്മൾ ആരെങ്കിലും പോയി അവിടെ 2 days നിന്നാ വർക്ക് സ്പീഡാവുന്ന സേഠ്ജി പറയുന്നത്. സേഠ്ജി പറയുന്ന കറക്റ്റാ. ബിസിനസ്സിനിടയിൽ സേഠ്ജിക്ക് ഇത് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാ ശരി, നീ ഒരു 2 ദിവസത്തേക്ക് പോ. ബാക്കി കാര്യങ്ങളൊക്കെ ആനന്ദ് നോക്കിക്കോളും. ഹൈദരാബാദിൽ നീ പോയി 2 ദിവസം സൈറ്റിൽ നിന്നാ വർക്ക് കുറച്ചുകൂടി സ്പീഡപ്പ് ആവും. ആ ശരി മേ, ഞാൻ ഇന്ന് തന്നെ പോവാം. ആ എയർ ടിക്കറ്റ് ഞാൻ ശ്രീനിവാസനോട് വിളിച്ചു പറയാം. അതല്ല ചാ, എനിക്കിപ്പോ ഇവിടുന്ന് പെട്ടെന്ന് മാറിക്കാൻ പറ്റില്ല. ഞാൻ കമ്മിറ്റഡായ 1-2 പ്രോഗ്രാമുകളുണ്ടേ, അതുകൊണ്ട്. ഇതെന്താ പെട്ടെന്നൊരു പിന്മാറ്റം? അത് പിന്നെ ഇത് ഞാൻ കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ, അതുകൊണ്ടാ. ഒരു വീക്കിൻ്റെ പ്രശ്നമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാം. ആ ശരി ശരി, ഹൈദരാബാദ് കാര്യം ഞാൻ മറ്റെന്തെങ്കിലും അറേഞ്ച് ചെയ്യാം. നിനക്കിപ്പോഴും ഉത്തരവാദിത്വമൊന്നും വന്നിട്ടില്ലല്ലേ? അതല്ലമ്മേ, ഞാൻ നേരത്തെ ഏറ്റുപോയോണ്ടാ. ഗംഗേ, ദേ, വളരെ ഗൗരവമുള്ള ഒരു കാര്യം എനിക്ക് ഗംഗയോട് പറയാനുണ്ട്. എന്താ പറ. ആറിയ കഞ്ഞി പഴങ്കഞ്ഞി. നിനക്ക് എപ്പോഴും ഈ കഞ്ഞിയുടെയും ചോറിന്റെ കാര്യം പറയാനുള്ളൂ? അയ്യോ, ഒരു ഉപമ പറഞ്ഞതല്ലേ. തോക്കി കയറി വെടിവെക്കാതെ പറയുന്ന മുഴുവൻ കേട്ടിട്ട് ചാട്. ശരി പറ. ഈ ഭദ്രയുടെ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാ തണുത്തു പോകും, എല്ലാം അവതാളത്തിലാവും. നീ ഉദ്ദേശിക്കുന്നത്? അരവിന്ദേട്ടനെ പോലെയല്ല ആനന്ദേട്ടൻ. പ്രിയങ്ക തൃച്ചംബരത്തേക്ക് വിട്ട ബോംബാണ് ഭദ്രയെന്ന് ആനന്ദേട്ടൻ അറിഞ്ഞ ഉടനെ ബുദ്ധി ഉപയോഗിച്ച് ഇതിനെ നിർവീര്യമാക്കും. ഇപ്പൊ നീ പറഞ്ഞതില് കാര്യമുണ്ട്. വിലാസിനി ആന്റിയുടെ കുറവ് പരിഹരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്, ചുമതലയാണ്. അതുകൊണ്ട് ഉടൻ നന്ദനയെ ഇവിടെ എത്തിക്കാനുള്ള വഴി നോക്കും. പ്രിയങ്ക ശ്രമിക്കുന്നുണ്ടല്ലോ. കെണി വെച്ചാ പോരാ, കെണിയിൽ വീഴ്ത്താൻ കൂടി നോക്കണമെന്ന് പ്രിയങ്കോട് പറയൂ. അരവിന്ദേട്ടന്റെ ജീവിതത്തിന് ഭദ്ര ആപത്താണെന്നെങ്ങാനും ആനന്ദേട്ടൻ അറിഞ്ഞ ഭദ്രയും ദുർഗയൊക്കെ തെറിച്ചു പോകുന്നത് ഏത് വഴിക്കാണെന്ന് പറയാൻ പറ്റില്ല. അയ്യോ, നീ ഒരു പമ്പര വീട്ടിയാണെങ്കിലും ബുദ്ധിയുള്ളവളാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അയ്യോ, ആ എത്രയും പെട്ടെന്ന് നന്ദന ഇവിടെ എത്തണം, എന്നാലേ തൃച്ചംബരത്ത് ഒരു കോളിലൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഗംഗ എന്താ ഈ ആലോചിക്കണേ?
ഞാൻ മറ്റൊരു കാര്യം ചിന്തിക്കുകയായിരുന്നു. നന്ദന വരുന്നതിന് മുൻപേ നമുക്ക് ഈ കാര്യം അഖിലാന്റിയോട് പറഞ്ഞാലോ? ആ അത് കൊള്ളാം. ഓടുന്ന പട്ടിക്കിട്ട് ഒരു മുഴം മുമ്പേ എറിയണോന്ന് വാസോണ്ണം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതറിഞ്ഞ അരവിന്ദേട്ടനെ കൊന്നുകളയും അഖിലാന്റി. അങ്ങനെയാണ് അങ്ങനെയാണ്. ഓ ഹോ. പക്ഷേ അഖിലാന്റിയോട് ഗംഗ പറയണ ഈ കാര്യം. ഗംഗ തൃച്ചംബരത്തെ മൂത്ത മരുമകളല്ലേ, പറയാനുള്ള അവകാശമുണ്ട്. ശരി, ഞാൻ തന്നെ പറയാം. പറയേണ്ടത് ആലോചിച്ച് വെച്ചോണം. ആ ഭദ്ര അരവിന്ദേട്ടന്റെ രഹസ്യ ഭാര്യയാണെന്നും ആ കൊച്ചു ചെറുക്കൻ അരവിന്ദേട്ടന്റെ ജാരസന്തതിയാണെന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എന്തായിരിക്കും അഖിലാന്റിയുടെ ഒരു അവസ്ഥ? കൊടുങ്കാറ്റ് പോലൊരു പാഞ്ഞു വരക്കുണ്ട്. കൊന്നുകളയും അപ്പത്തന്നെ അരവിന്ദേട്ടനെ മടിക്കില്ല. കൊല്ലണം. അങ്ങനെ ഓരോരുത്തരായി ഈ തൃച്ചംബരത്ത് പിടഞ്ഞു വീണ് മരിക്കണം. അത് കണ്ടെന്ന് ഉറക്കെ ചിരിക്കണം. ചിരിക്കാം. ജയന്തി, ആ വാ. ആ എന്താ ഗംഗേ? വരട്ടെ. പ്രിയങ്കയോടൊന്ന് ഡിസ്കസ് ചെയ്തിട്ടേ എന്തും ചെയ്യാൻ പറ്റൂ. അയ്യോ, ഞാൻ ഒരു ബദാം ഷേക്ക് പറഞ്ഞിരുന്നു. ഞാൻ പോയി കുടിച്ചിട്ട് വരാവേ. അയ്യോ, എന്റെ ബദാം ഷേക്ക്. ഭദ്രയുടെ കാര്യം അഖില മേഡത്തിനോട് പറയണം. അല്ലെങ്കിൽ ഞാനിത് ഈ കുടുംബത്തിനോട് ചെയ്യുന്ന ചതിയാണ്. ഇപ്പത് പറയാൻ പറ്റിയ അവസരമാണ്. അതിന് തന്നേക്ക് ദാസേട്ടാ. എന്താ ദാസേട്ടാ കണ്ണുകളിൽ ഒരു ഒറ്റുകാരന്റെ ഭാവം? ഈ കണ്ണുകളിൽ ഒരിക്കലും ഒരൊറ്റുകാരന്റെ ഭാവം വരില്ല. എന്നും നോക്കിയാൽ കാണുന്നത് ഒരു വിശ്വസ്തന്റെ ഭാവം മാത്രമായിരിക്കും. ഓ, അപ്പൊ വിശ്വാസം കാത്തുരക്ഷിക്കാനുള്ള പോക്കാണല്ലേ? ചെന്ന് യജമാനത്തിയോട് ഞാൻ ആരാണെന്നും എന്റെ ലക്ഷ്യം എന്താണെന്നും പറഞ്ഞു കൊടുക്ക്. പറയും. അതിനെന്താ ഇത്ര സംശയം? ഇന്നലെ രാത്രി പ്രിയങ്ക എന്നെ കാണാൻ കൂടി വന്നപ്പോ ഞാനത് ഉറപ്പിച്ചു. ശരി, എന്നാ പിന്നെ അത് മുടക്കണ്ട. ചെന്ന് അഖിലാന്റിയോട് അത് പറയുമ്പോ നിങ്ങളിലുള്ള വിശ്വാസം കൂടും അവർക്ക്. പക്ഷേ ആ വിശ്വാസത്തിന് പകരം കൊടുക്കേണ്ടി വരുന്നത് തൃച്ചംബരത്തെ ഒരു പച്ച ജീവനായിരിക്കും. അതെ, ഇക്കാര്യം അഖിലാന്റി അറിഞ്ഞ് കുഞ്ഞിന്റെ അച്ഛൻ ആരാണ്, അരവിന്ദാണോ എന്ന് എന്നോട് ചോദിക്കുമ്പോ ആണെന്ന് ഉറപ്പിച്ച് പറയും ഞാൻ. പിന്നെന്താ നടക്കാൻ പോകുന്നെന്ന് ദാസേട്ടന് നന്നായിട്ട് അറിയാം. അരവിന്ദോ അഖിലയോ ഒരാളെ ഉണ്ടാവൂ തൃച്ചംബരത്ത്. അതല്ല, ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ ദിവസം ഓർമ്മയിൽ വെച്ചോ ദാസേട്ടൻ. അമ്മയും മക്കളും തമ്മിലുള്ള പോര്
അല്പം പോലും താങ്ങാനാവാത്ത തുന്നിക്കെട്ടിയ ഒരു ഹൃദയമുണ്ട് ഇവിടെ. അതങ്ങ് നിലയ്ക്കും എന്നേക്കുമായി. അടുത്ത വർഷം ഈ ദിവസം ആണ്ടുബലി നടത്താം തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണന്റെ. അതിന് തയ്യാറാണെങ്കിൽ ചെന്ന് പറയേ.